അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാവയ്ക്ക പച്ചടിയാണ്. നമ്മുടെ ഓണത്തിന് നമുക്ക് വിളമ്പാനായിട്ട് നമ്മൾ പച്ചടികൾ പലതരം ഉണ്ടാക്കാറുണ്ട്. അതിലൊരു പച്ചടിയാണ് പാവയ്ക്ക പച്ചടി. അപ്പോൾ അത് നമുക്ക് എണ്ണയിൽ വറുത്തിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാനായിട്ട്. അതിന് നമ്മളിവിടെ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇത് വറക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറേശ്ശെ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കോരി എടുക്കാവേ. നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കോരി മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാം തന്നെ വറുത്തെടുക്കാം. അപ്പൊ നമുക്കിനി ഈ ലാസ്റ്റ് വന്ന പാവയ്ക്ക കൂടെ നമ്മൾക്ക് വറുത്ത് കോരുവാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ചേർക്കാനായിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് റെഡിയാക്കണം. ഇതിൻ്റെ അകത്ത് ചേർക്കാനായിട്ട് നമ്മൾ അരപ്പിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 3 പച്ചമുളകുണ്ട്, ഒരു 1/4 ഇഞ്ചോളം ഇഞ്ചിയുടെ പീസുണ്ട്, പിന്നെ അരമുറി തേങ്ങയും 1 കപ്പ് തൈരും. ഇത്രയും സാധനങ്ങൾ നമുക്ക് നമ്മുടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. അപ്പോൾ നമ്മൾ എല്ലാം അരച്ചെടുത്തിട്ടുണ്ട്, റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇനി നമ്മൾ ഒരു കൽച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൽച്ചട്ടിയിലേക്കാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക എല്ലാം ആ കൽച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മളുണ്ടല്ലോ എത്ര കയ്പുള്ള പാവയ്ക്ക എടുത്താലും ആ കയ്പും തോന്നത്തില്ല. നല്ലൊരു പ്രത്യേക ടേസ്റ്റുമാണ് ഈ കറിക്ക്. ഇത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറി. എല്ലാ വർഷവും ഓണത്തിന് വേറെ ഒരു പച്ചടി ഉണ്ടാക്കിയില്ലേലും ഈ പച്ചടി നമ്മൾ തയ്യാറാക്കും. അപ്പോൾ നമുക്കിനി വേറെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചീനച്ചട്ടി വെച്ച് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊന്ന് കടുക് വറക്കണം. അപ്പം കടുക് വറക്കാനായിട്ട് നമ്മൾ ആദ്യം ഒന്ന് ചീനച്ചട്ടി കത്തിക്കാം. ചീനച്ചട്ടിയുടെ ഇത് ഒന്ന് ചൂടായിട്ട് വേണം നമുക്ക് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ നമ്മൾ കടുക് വറുക്കാനായിട്ട് നമ്മൾ നേരത്തെ പാവയ്ക്ക വറുത്ത അതേ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഈ കൽച്ചട്ടിയുടെ ആ സ്റ്റവും കൂടെ ഓണാക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തൈരും തേങ്ങായും ഇഞ്ചിയും പച്ചമുളകും ഈ കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് തിളയ്ക്കണ്ട, കാരണം തൈരൊക്കെ പിരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി 2 വറ്റൽമുളക് കൂടെ ചേർക്കാവേ. വറ്റൽമുളക് മുറിച്ചാണ് ഇടുന്നത്, പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 4-5 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുകിൽ സംഭവം എല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നമ്മൾ ആദ്യം ചേർത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ പച്ചടിയുടെ കൂട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇത്
കുറച്ചും കൂടെ ലൂസായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തൈര് ചേർക്കാം, അല്ലെങ്കിൽ വെള്ളം ചേർക്കാവേ. കുറച്ച് വെള്ളം, ഒരു കാൽ കപ്പ് വേണ്ടി വരത്തില്ല, കാരണം അന്നേരം ഒത്തിരി അങ്ങ് ലൂസായി പോവേ. നമ്മൾ അത്രയും ലൂസായിട്ടല്ല സാധാരണ പച്ചടി റെഡിയാക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും ചെയ്യുന്നത്. അതിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് വെള്ളവും തൈരും കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പം നമുക്കിത് ഈ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് വറുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തുവെച്ചാൽ മാത്രം മതി. നമുക്ക് ഈ കൽച്ചട്ടിയുടെ തീയാണ് ഓഫ് ചെയ്യാം. കാരണം ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് കൽച്ചട്ടി ആയതുകൊണ്ട്. അപ്പം നമ്മുടെ പാവയ്ക്ക പച്ചടി വളരെ വേഗം തന്നെ തയ്യാറായിട്ടുണ്ട്. ഇതൊന്ന് വറക്കുന്ന താമസം മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം വളരെ വേഗം തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പം ഇതുപോലൊരു പാവയ്ക്ക പച്ചടി എല്ലാവരും തയ്യാറാക്കി നോക്കുക. വളരെ സ്വാദിഷ്ടമാണ്. നമ്മുടെ പഴയ കാലത്തോട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പാവയ്ക്കയുടെ അതിൻ്റെ കയ്പില്ല, കയ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയും കൂടിയാണ് ഈ പാവയ്ക്ക പച്ചടി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ചെയ്ത് നോക്കുക. അപ്പോൾ ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരിക്കുമല്ലോ എല്ലാവരും വീടുകളിൽ. അപ്പോൾ അതേക്കുറിച്ചൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്കൂടെ അറിയാൻ പറ്റും എല്ലാവരും എത്രമാത്രം റെഡിയായി ഓണം വരവേൽക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒക്കെ ഒന്ന് തയ്യാറാക്കി നോക്കി അതിനെക്കുറിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഓർക്കുക. മാത്രമല്ല ആ ബെല്ലൈക്കണില്ലേ അതും കൂടെ ഒന്ന് ഓൺ ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു പുതിയ എപ്പിസോഡുമായിട്ട് നമ്മൾ നാളെ കാണുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.